നമസ്കാരം, ഞാൻ അജിത്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 1 മെയ് ദിനം, സർവ്വരാജ്യ തൊഴിലാളികളുടെ ദിവസമാണ്. നമുക്ക് ഒഴിവ് ദിവസമായതുകൊണ്ട് യാത്രികർക്ക് വീട്ടിൽ കുത്തിയിരുന്ന് ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ യാത്രയിലേക്കാണ്. അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് അതിരപ്പള്ളി ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള ഒരു സഫാരിക്കാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ 2 മാസങ്ങൾക്ക് മുമ്പ് മാത്രം തുടങ്ങിയ ഫോറസ്റ്റ് സഫാരി അത് എൻജോയ് ചെയ്യാൻ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാലടി പ്ലാന്റേഷൻ്റെ 9ാം ബ്ലോക്കിൽ നിന്നാണ് അതിൻ്റെ ഓഫീസിൽ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഏതാണ്ട് 7 മണിക്ക് 7:30 മണിക്കും രാവിലെ 2 സഫാരി, ഉച്ചയ്ക്ക് ശേഷം 1:30ക്കും 2:00-നുമാണ് 4 സഫാരി ആണ് ഇവിടുന്ന് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 10,000 രൂപയാണ് 6 പേർക്ക്. അപ്പോൾ ഏതാണ്ട് 2,000 രൂപ താഴെ എല്ലാവർക്കും വരുന്നുള്ളൂ. ഒരു ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ തരുന്നുണ്ട്. ഡീപ്പ് ഫോറസ്റ്റിൽ പോയി വന്യമൃഗങ്ങളെയും അതുപോലെ തന്നെ കാടിൻ്റെ എല്ലാ വന്യതയും കാണാനും ആസ്വദിക്കാനും ഉള്ളൊരു സുവർണ്ണ അവസരമാണ്. കാരണം സാധാരണ നമുക്ക് എല്ലാ കാടുകളിലേക്കും വെറുതെ കയറി ചെല്ലാൻ പറ്റില്ല, ഫോറസ്റ്റിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ അതിൻ്റെ അനുമതിയോടുകൂടി നമ്മൾ കൃത്യമായി ഫീസ് അടച്ച് യാത്രയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരുക്കുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളത് വഴി നിങ്ങൾ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് എൻജോയ് ചെയ്യാം. ശരിക്കും തുടങ്ങുന്നത് അല്ലേ? അവനൊന്ന് നിർത്തി കാണിക്കാൻ പറഞ്ഞാ. ഇവിടെ നിന്നാണ് നമ്മുടെ സഫാരി തുടങ്ങുന്നത്. ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ ഒരു പീക്കോക്ക് ഉണ്ട്. അതിനെ കണ്ടുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുത്തില്ല. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ജോസഫുണ്ട്, കന്യയുണ്ട്, ഷാജിയുണ്ട്, പിന്നെ സ്ഥിരം ഉള്ള ഡേവിച്ചൻ മുതലാളിയുണ്ട്. മെയ് മാസത്തെ കത്തുന്ന വേനൽച്ചൂടിലായിരുന്നു നമ്മുടെ ഇവിടുത്തെ സഫാരി എടുത്തത്. പക്ഷേ വന്യജീവികൾക്ക് ആശ്വാസമായി കഴിഞ്ഞ രാത്രി നല്ലൊരു മഴ ഈ വനപ്രദേശത്ത് ലഭിച്ചുകൊണ്ട് മൃഗങ്ങളുടെ സൈറ്റിംഗ് അധികം ഉണ്ടായില്ല എന്നുള്ള വസ്തുതയാണ്. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഉൾക്കാട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് അധികം ഇറങ്ങി വരാറില്ല എന്നുള്ളത് ഒരു സാധാരണ കാട്ടിലെ ഒരു രീതിയാണ്. എന്നാലും ഇവിടെ ധാരാളം ആന, കാട്ടുപോത്ത്, മാൻവർഗ്ഗങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇവിടുത്തെ അവരുടെ ആക്ടിവിറ്റീസ് കഴിഞ്ഞ് പോയപ്പോൾ അവരുടെ ഡ്രോപ്പിങ്സും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതോടൊപ്പം തന്നെ കരടിയെയും കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഗസ്റ്റ് ടീമിന് കിട്ടി എന്ന് ഇവർ പറഞ്ഞു. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ മണ്ണിൽ പഗ്മാർക്ക് നമുക്ക് കാണാൻ പറ്റി. പുതിയ മണ്ണിലുള്ള പഗ്മാർക്ക് ഇവിടെ ലെപ്പേർഡ്സ്, പുലി ഉണ്ടെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ ചപ്പാത്ത പ്രദേശത്ത് സ്ഥിരമായ ആനകൾ വെള്ളം കുടിക്കാനും കുളിക്കാനും ഒക്കെ എത്താറുണ്ട് എന്നുള്ളത് ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ഈ വനപാലകർ സുഹൃത്തുക്കൾ പറഞ്ഞു. അതിൻ്റെ വീഡിയോയും അവർ നമുക്ക് ഷെയർ ചെയ്തു. വളരെ ലക്ഷണമൊത്തൊരു നല്ല ഒരു കൊമ്പൻ്റെ ചിത്രമായതിനാൽ അതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. ഇതവർ പകർത്തിയ ചിത്രമാണ് ഈ കൊമ്പൻ്റെ. അപ്പോൾ അതിരപ്പള്ളി കാണാത്ത ഒരു മലയാളി ഉണ്ടാവും. ശരാശരി മലയാളി അതിരപ്പള്ളി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ പോകുന്ന റൂട്ട് അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിൽ നിന്ന് എതിർവശത്ത്, അതായത് ഈ ഒഴുകുന്ന അരുവിയുടെ തൊട്ടുപുറം അടുത്ത കരയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതാണ് നമ്മുടെ ഈ റൂട്ട്.
അപ്പോൾ നമ്മൾ അവിടെ സഫാരി സ്റ്റാർട്ട് ചെയ്തിരുന്ന കാട്ടിൽ കൂടെ നമ്മൾ സഞ്ചരിച്ച് ഈ അതിരപ്പള്ളി ടൂറിസ്റ്റുകൾ വരുന്ന കരയുടെ എതിർവശത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എൻ്റെ പിന്നിൽ കാണുന്ന വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വാട്ടർഫോൾസ്. ഇത് എൻജോയ് ചെയ്യാനാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഈ സഫാരി വന്യമൃഗങ്ങളെ കാണാനും അങ്ങനത്തെ കാടിൻ്റെ കാഴ്ചകൾ കാണാനായിട്ടാണ്, വെള്ളച്ചാട്ടമല്ല. അപ്പോൾ ഈ വഴിയാണ് നമ്മളിന്ന് തിരഞ്ഞെടുത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ എതിർവശത്താണ് ടൂറിസ്റ്റുകൾ വരുന്നത്. അപ്പോൾ അതാണ് ഈ യാത്രയുടെ പ്രത്യേകത. ഇതാണ് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസ്. ഇപ്പോൾ സാധാരണ അപ്പുറ സൈഡിൽ നിന്നാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ക്രോസ് ചെയ്ത് കാട്ടിൽ കൂടെ നമ്മൾ വന്ന് ഇവിടെ ഇറങ്ങി ചെങ്കുത്തായ ഒരു കയറ്റം ഇറങ്ങി ഈ വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്തെത്തി. മഴക്കാലത്ത് കുറേ കൂടെ വെള്ളം നല്ല വോളിയത്തിൽ വരും. അപ്പോൾ ആ സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര വെള്ളമായിരിക്കും. ഇപ്പോൾ നമുക്ക് വാട്ടർഫോൾസിന് തൊട്ടടുത്ത് നിന്ന് കാണാമെന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ ഈ യാത്ര അത്യാവശ്യം സേഫ്റ്റിയാണ്. നമ്മുടെ കൂടെ ഉണ്ടോ ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ ഉണ്ട്. ഷബ്ന മാഡം ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറാണ്. മാഡം ഒന്ന് അവരുടെയൊക്കെ പ്രൊട്ടക്ഷനും നമുക്കുണ്ട്. അവർ ഈ കാട്ടിൽ നല്ല ഫെമിലിയറാണ് അല്ലേ? എല്ലാ ദിവസവും ട്രിപ്പിന് വരാറില്ലേ ഗസ്റ്റിൻ്റെ ഒപ്പം? മാറി വരും അല്ലേ? അപ്പോൾ അവരുടെ കൂടെ വന്നുകൊണ്ട് നമുക്ക് മറ്റൊന്നും മേടിക്കാൻ വളരെ സേഫായിട്ട് നമുക്ക് കാടിൻ്റെ എല്ലാ ഭംഗിയും ആസ്വദിച്ചിട്ട് പോവാം. അപ്പോൾ നമ്മൾ സഫാരി തുടങ്ങിയ സ്ഥലത്ത് നിന്ന് 18 കിലോമീറ്റർ കാട്ടിക്കൂടെ സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തിക്കുന്നത്. ഇവിടെ ആനക്കൽ അല്ലേ, ആനക്കൽ എന്നല്ലേ ഈ സ്ഥലത്തിൻ്റെ? ആനക്കൽ ഇത് ഫോറസ്റ്റിൻ്റെ ഇവരുടെ ക്യാമ്പ് ഷെഡാണ്. ഈ ക്യാമ്പ് ഷെഡിൽ നമുക്ക് അത്യാവശ്യം രാവിലെ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവർ തരും. അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്ത് തിരിച്ചു പോകാം. അപ്പം 4 മണിക്കൂറാണ് നമ്മുടെ മൊത്തം സഫാരി ടൈം. അപ്പോൾ അതിൽ ഏതാണ്ട് 2 മണിക്കൂർ ഇങ്ങോട്ടും 2 മണിക്കൂർ അങ്ങോട്ടും എടുക്കും. അതിനിടയ്ക്ക് നമുക്ക് അവിടെ വാട്ടർഫോൾസ് കാണാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഈ രാത്രി ഇവർക്ക് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബെഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആനയും മറ്റുള്ള വന്യമൃഗങ്ങളൊക്കെ കയറി വന്ന് ഉപദ്രവിക്കും. അതുകൊണ്ട് ഇത് കിടങ്ങ്, ഇത്ര ഡീപ്പായിട്ടുള്ളൊരു കിടങ്ങ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സേഫായിട്ട് ഇവർക്ക് കഴിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ തിരിച്ച് നമുക്ക് മടങ്ങാണ്. ഇതിൽ ഒരു നല്ലൊരു ഏറുമാനമുണ്ട്. നല്ല ഭംഗിയുണ്ടാകുന്ന വിസ്താരമുണ്ട്. ഇത്രയും വലിയ ഏറുമാനം കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ മാഡത്തിനോട് തന്നെ ചോദിച്ചറിയാം, ഇത് രാത്രി ഇവിടെ സ്റ്റേ ഉണ്ടോ ആൾക്കാർ? അത് അത് ശരി. അപ്പോൾ ഇവിടെ ആനയുള്ള സ്ഥലമായിരിക്കും അല്ലേ ഈ ഏരിയ? അപ്പോൾ അതുകൊണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ കൊടുത്തേക്കുന്നത് അല്ലേ? അവർക്ക് ഗസ്റ്റ് നെയിം എൻ്റെ മുകളിൽ അലോ ചെയ്യാറുണ്ടോ? എങ്ങനെ എൻ്റെ കാണിച്ച് ഇവിടെ ഈ തിരിയിട്ടേക്കുന്നത് ആനകൾ വരാണ്ടിരിക്കാനാണ്.
അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മുടെ ഈ ഏറുമാടം, അതുകൊണ്ട് വളരെയൊരു സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യും. രാത്രിയാണെങ്കിലും വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടി നമുക്കിവിടെ ഒരാൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇവിടെ സന്ദർശിക്കാനും മറക്കണ്ട. 6 പേരടങ്ങുന്ന സംഘമാണെങ്കിൽ 10,000 രൂപയാണ് സഫാരിക്ക് ഇവിടെ അടയ്ക്കേണ്ടത്. 4 മണിക്കൂർ ഉൾക്കാട്ടിലൂടെയുള്ള യാത്ര ശരിക്കും അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഹരം കൊള്ളിക്കും. സഫാരി ബുക്കിങ്ങിനായി അതിരപ്പള്ളി ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിലുള്ള ഫോൺ നമ്പർ ഇവിടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ യാത്ര ഉറപ്പാക്കാം, ബുക്ക് ചെയ്യാം. ആദ്യമായി ചാനലിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.